കൈമാറ്റം എന്ന ഈ വിഭാഗത്തിൽ 12 ചോദ്യങ്ങളുണ്ട്. 12 ചോദ്യങ്ങൾ. ഇതുവരെ നിങ്ങൾ നേരിടാത്ത ഒരു പരീക്ഷയാണിത്. ഇതുവരെ നമ്മുടെ എപ്പിസോഡുകളിൽ ഒന്നും വരാത്ത ഒരു പുതിയ പരീക്ഷണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. അഥവാ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടീമിലേക്ക് നിങ്ങൾക്കത് പാസ് ചെയ്യാം. രണ്ടാമത് പാസ് ചെയ്തിട്ട് അവർ പറയുന്ന ഉത്തരത്തിന് 5 മാർക്കായിരിക്കും ലഭിക്കുക. അവർക്കും അറിയില്ലെങ്കിൽ മറ്റു ടീമിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും 5 മാർക്ക്. ഓക്കെ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ആരും പറയാതെ എന്നിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 20 മാർക്സ് ആയിരിക്കും. തുടങ്ങാം നമുക്ക്. ഓക്കെ. സോ കൈമാറ്റത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ലൈറയോട് ഞാൻ ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. പെർഫെക്റ്റ് ആൻസർ ആണ്. ആൻഡ് യു ഗോട്ട് 10 മാർക്സ്. 10 മാർക്ക്. 1954 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ മൊത്തം വിമാനത്താവളങ്ങളെയും ചേർത്തുള്ള അതിൻ്റെ അതോറിറ്റി ആയിട്ട് നിലവിൽ വന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. പെർഫെക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. ഓൾറൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ജെമിനിയിലേക്ക് വരുന്നു. ജെമിനി, ചോദ്യം ഇതാണ്: 1964 ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. പെർഫെക്റ്റ് ആൻസർ ആണ്. 10 മാർക്ക്. എനിക്ക് തോന്നുന്നു യാതൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യമില്ല, അല്ലേ? നിങ്ങൾ തന്നെ ഉത്തരം പറയാൻ പ്രാപ്തരാണ്. എന്തിനാണ് കൈമാറുന്നത്? കൈമാറേണ്ട യാതൊരു കാര്യമില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം. ഓക്കെ. ഇനി ചോദ്യം കനോപ്പസിലേക്ക് വരുന്നു. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹം? ശുക്രൻ. കറക്റ്റ് ആൻസർ ആണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം മറ്റ് ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നതിന്റെ വിപരീതമായിട്ടുള്ള ദിശയിലേക്കാണ് ശുക്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ചോദ്യം വരുന്നത് ലിയോയിലേക്കാണ്. ലിയോ, ഭൂമിക്ക് വെളിയിൽ ആദ്യമായി ദ്രാവക തിരമാലകൾ കണ്ടെത്തിയിട്ടുള്ളത് ശനി ഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹത്തിലാണ്. ഏതാണ് ഈ ഉപഗ്രഹം? ടൈറ്റാൻ. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻ. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യം ലൈറയോടാണ്. ലൈറ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻ. എത്രയാണ് അതിന്റെ ഉയരം എന്നറിയാമോ? 2695 മീറ്റർ. എൻ്റെ അമ്മോ, തകർത്തു. ഗംഭീരം. ജെമിനിയിലേക്കാണ് വരുന്നത്. ജെമിനി, ചോദ്യം ഇതാണ്: വ്യാഴത്തിലെ ഒരു വർഷം ഭൂമിയിലെ എത്ര വർഷങ്ങൾക്ക് തുല്യമാണ്? 12 വർഷങ്ങൾ. 12 വർഷങ്ങൾ. അതാണ് നമ്മൾ വ്യാഴവട്ടം എന്ന് പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. പെർഫെക്റ്റ് ആൻസർ. ചോദ്യം കനോപ്പസിലേക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള ജില്ല? ഇടുക്കി. തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഇനി അത് പാസ് ചെയ്യാം. ലിയോയിലേക്ക് വരുന്നു. ലിയോ, വാട്ട്സ് യുവർ ആൻസർ? പാലക്കാട്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. സോ യു ഗോട്ട് 5 മാർക്സ്. ഇനി വീണ്ടും ചോദ്യം ലിയോയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കുള്ള ചോദ്യമാണ് ലിയോ. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നറിയപ്പെടുന്നത് ഏത് യുദ്ധമാണ്? പ്ലാസി യുദ്ധം. ഇത് ഉറപ്പോടുകൂടി പറഞ്ഞതാണോ അതോ വെറുതെ സംശയത്തിൻ്റെ പേരിൽ പറഞ്ഞതാണോ? പക്ഷേ ആൻസർ കറക്റ്റാണ്. നമ്മൾ പാസിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽ കടന്നു പോകുന്നു. 6 ചോദ്യങ്ങൾ വരെ ഞാൻ വിചാരിച്ചു ഒരു കാരണവശാലും പാസിംഗ് വേണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ 7ാമത്തെ ചോദ്യം വന്ന സമയത്ത് പാസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ 8 ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞു, നേരിട്ടു. ഇനി 12 ചോദ്യങ്ങളാണ് മൊത്തമുള്ളത്. അതായത് 4 ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുന്നു. അതിനു മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back. Baby with a little scholar in support with Malarwadi. നമ്മൾ വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ലൈറ, നിങ്ങളോടാണ് ചോദ്യം. തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്?
ഒമാൻ. ഒമാൻ തെറ്റാണ്. സോ ജെമിനിയിലേക്ക് പോകുന്നു. കുവൈത്ത്. ഉറപ്പോടുകൂടി പറഞ്ഞാണോ? സംശയത്തിൽ പറഞ്ഞാണോ? പക്ഷേ ആൻസർ കറക്റ്റാണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. 5 മാർക്കാണ് ജെമിനിക്ക് കിട്ടുന്നത്. കുവൈത്ത് എന്ന് ആൻസർ പറഞ്ഞതിൻ്റെ പേരിൽ 5 മാർക്സ്. ഓൾറൈറ്റ്, ഇനി വീണ്ടും ജെമിനിയോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴെല്ലാം പരാജയപ്പെട്ടു. പിന്നീട് അസമിൽ നിന്നും രാജ്യസഭാംഗവും പ്രധാനമന്ത്രിയുമായി. ഇതുപോലെ തന്നെ 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് ബോംബെയിൽ നിന്നും രാജ്യസഭാംഗവും കേന്ദ്ര നിയമ മന്ത്രിയുമായ ഒരു പ്രസിദ്ധ വ്യക്തിയുണ്ട്. ആരാണ് അത്? രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ്. ഉത്തരം തെറ്റാണ്. കനാപ്പസ്. കപിൽ സിബൽ. കപിൽ സിബൽ. അതും തെറ്റാണ്. ലിയോ. BR അംബേദ്കർ. BR അംബേദ്കർ. ദാറ്റ് ഈസ് ദി പെർഫെക്റ്റ് ആൻസർ. BR അംബേദ്കർ. നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ BR അംബേദ്കർ. പെർഫെക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മാജിക്കിലൂടെ ഒരു പാസിംഗ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാം. പാസിങ്ങിൻ്റെ മാജിക്ക്. പാസിങ്ങിൻ്റെ മാജിക്ക് കാണിക്കണമെങ്കിൽ 2 സാധനങ്ങൾ വേണം അല്ലേ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാസ് ചെയ്യണം. ഞാൻ മാജിക്ക് പറഞ്ഞു തരാം, എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ 2 ട്യൂബുകൾ എൻ്റെ കയ്യിലുണ്ട്. 2 ട്യൂബുകളുണ്ട്. ഒന്ന് റെഡ്, ഒന്ന് വൈറ്റ്. 2 ട്യൂബുകൾ, കാലിയായിട്ടുള്ള 2 ട്യൂബുകൾ. ഈ ട്യൂബുകളെ കൂടാതെ എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് ജാർ ഉണ്ടല്ലോ. സോ ഒരു ബ്ലാക്ക് ജാർ ഉണ്ട്, ഒരു റെഡ് ട്യൂബ് ഉണ്ട്, ഒരു വൈറ്റ് ട്യൂബ് ഉണ്ട്. 2 ട്യൂബുകളും ഒരു ബ്ലാക്ക് ജാറും. ഈ ബ്ലാക്ക് ജാർ ഒരിക്കലും മാറിപ്പോകുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എനിക്കിതിനകത്ത് ഒരു സിമ്പിൾ ആവശ്യമുണ്ട്. സോ ആരെങ്കിലും 1-2 പേര് നിങ്ങളുടെ വാച്ച് ഇതിനകത്ത് കഴിച്ചിടാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബോക്സ് പരിശോധിക്കുകയും ചെയ്യാം അല്ലേ? കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ സമയത്ത് ഇട്ടോ, അതിനകത്ത് ഇട്ടോ. ഒരു വാച്ച് കൂടി, ഒരു വാച്ച് കൂടി, ഒരു വാച്ച് കൂടി. യാ, ഒന്നുകൂടി മതി. സോ 2 വാച്ചുകളും സേഫ് ആയിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോക്സ് ഞാൻ മാറ്റി എന്ന് പറയരുത്, കാരണം ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് വാച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓൾറൈറ്റ്, ഇനി ഞാൻ ഇതിവിടെ വെച്ചു. ഇനി നമ്മൾ മാജിക് ആരംഭിക്കുകയാണ്. സോ 2 ജാറുകളുണ്ട്, ഒന്ന് വൈറ്റ്, ഒന്ന് റെഡ്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ആദ്യം ഈ റെഡ് ജാറ് കൊണ്ട് ഇതിനെ ഞാനിങ്ങനെ കവർ ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ വാച്ചോട് കൂടിയിട്ടുള്ള ജാർ ഇരിക്കുന്നത് ഇവിടെയാണ്. ഒരു ചോദ്യം, ഈ പാസ് ചെയ്യുന്നത് ഒന്നുകിൽ ഞാൻ വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാം, ജാറ് മേലോട്ട് പൊങ്ങി ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇതിനകത്തേക്ക് പോകുന്നത് കാണാം, അല്ലെങ്കിൽ ഇൻവിസിബിളായിട്ട് പോകുന്നത് കാണാം. ഏത് വേണം, വിസിബിൾ ഓർ ഇൻവിസിബിൾ? വിസിബിൾ, വിസിബിൾ. ഓൾറൈറ്റ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ജാറ് എടുക്കുന്നു, അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു, ഉയരുന്നു. ഉഗ്ര ഡാൻസ് അല്ലേ, ഭരതനാട്യം പോലെ ഡാൻസ് ചെയ്യുന്നു, ഇതിനകത്തേക്ക് പോകുന്നു. ഇപ്പം എന്തായി? ഇതിനകത്ത് ഉണ്ട് അല്ലേ? ഉണ്ട്. ഇതിനകത്ത് ഇല്ല. ഇനി ഇൻവിസിബിൾ ആയിട്ട് പോകുന്നത് കാണാം. അതല്ലേ മാജിക്ക്. വിസിബിൾ ആയിട്ട് എന്താ മാജിക് ഇല്ലല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഉണ്ട്. അതാണ് പറഞ്ഞത്, അതാണ് മാജിക്. യാതൊരു സംശയവുമില്ല, നിങ്ങളുടെ വാച്ച് അതിനകത്തുണ്ട്, മാറിയിട്ടില്ല. ഓൾറൈറ്റ്, ഇനി വീണ്ടും ഞാനിവിടെ തന്നെ വെച്ചു. ഇനി വീണ്ടും ഇൻവിസിബിൾ ആയിട്ട് പോകുന്നു. And it is here. Once again. It is here. വാച്ച് ഇവിടെ ഉണ്ട്. മറ്റേ തുറന്ന് കാണിക്കണം, അതാണ് പ്രശ്നം. ഇത് മോൾക്ക് കൊടുക്ക്, അങ്ങോട്ട് കൊടുക്ക്, വാച്ച് തന്ന് കൊടുക്ക്. അപ്പോൾ ഒറ്റ സംശയം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലേ? ഇത് തുറന്ന് കാണിക്കണം, ഇതിനകത്ത് എന്താണുള്ളത് എന്നുള്ളതാണ് സംശയം അല്ലേ? ദാറ്റ് ഈസ് ഇറ്റ്. ശ്രദ്ധിക്കണം.
മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ പുതിയ അധ്യായം ഉടൻ വരുന്നു. കാത്തിരിക്കൂ.